ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് കഴിഞ്ഞ മാസം ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകി, എക്സാമും അതുപോലെ പുതിയ സെമസ്റ്ററൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നിട്ട് ആകെ 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചെറിയ രീതിക്ക് ഒരു ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ റൈസും അതേപോലെ രസമാണ് കഴിക്കാൻ പോണത്. എൻ്റെ റൂംമേറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇത് വേഗം കഴിച്ചിട്ട് പോവാം. എൻ്റെ ഫ്ലൈറ്റ് 8 മണിക്കാണ്, ബോർഡിങ് വന്നിട്ടുള്ളത് 7 മണിക്കാണ്. ഇപ്പോൾ സമയം 3 മണിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ഒരു 2 hours എടുക്കും. അപ്പോൾ ഫുഡ് കഴിച്ച് വേഗം നമുക്ക് ഇറങ്ങണം. അവിടെ നിന്നൊരു ബസ് കിട്ടണം. ആ ബസ്സിന് നമുക്ക് പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. I'm gonna miss you. I will miss you too. It'll be a long time. Before you come back, it's your luggage. Give me the phone. All right. Have a nice trip. Thank you. You have a nice time, and I hope you have the best. Yeah, just come back fast. Okay. I'm gonna miss you. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ് പിടിക്കാനുണ്ട്. ബസ് കിട്ടിയിട്ട് നമ്മൾ ചെൻട്രാലെ പോകും. അവിടെ നിന്നാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണത്. ടെർമിനൽ 1 ആണ്. അവിടേക്ക് വേറൊരു ബസ് കിട്ടണം. അപ്പോൾ 2 ബസ്സിൽ നമ്മൾ അവിടെ എത്തും എന്ന് വിചാരിക്കണം. പിന്നെ ഇത് ലഗേജ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ബാഗ് ശുശ്രൂഷയുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എയർപോർട്ടിലേക്ക് പോകാം. നമ്മൾ ആദ്യം വഴി തെറ്റി. ഇപ്പോൾ നമ്മളിതേ ആദ്യം വേറെ എയർപോർട്ടിലോട്ട് പോകുന്ന സ്ഥലത്താണ് പോയത്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ എയർപോർട്ടിൻ്റെ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ബസ് കയറി പോവാം. 1 hour ഷട്ടിൽ ബസ്സിൽ ട്രാവൽ ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ ഡിപ്പാർച്ചറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഗേറ്റിൻ്റെ അവിടോട്ട് പോവാം കേട്ടോ. ഇനി നമ്മൾ ഗേറ്റിൻ്റെ അവിടത്തോട്ട് പോവാം. എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു സ്നാക്സും ഡ്രിങ്ക്സും ഫുഡൊക്കെ കൊടുത്ത് നിന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തി. ഡൽഹി എയർപോർട്ട് ഭയങ്കര വലുതാണ് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ലഗേജ് എടുക്കാനായിട്ടാണ് ഞാൻ പോണത്. കാരണം എനിക്ക് ട്രാൻസിറ്റിൽ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അപ്പോൾ ഇതാണ് ജെറിൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ എനിക്ക് വേണ്ടി കുറേ അവിടെ കാത്തിരിക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരാളെ സർപ്രൈസ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് തീർത്താനെ നമ്മൾ സർപ്രൈസ് ചെയ്തു. ഇനി എൻ്റെ ഫാമിലി, എൻ്റെ ഫിയാൻസേനൊക്കെ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ആർക്കും അറിയില്ല ഞാൻ ഊബർ വിളിച്ചാണ് അങ്ങോട്ട് പോയത്. ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അമ്മേനെയാണ് കേട്ടോ കണ്ടത്. അമ്മ ഞെട്ടിത്തരിച്ച് ഈ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിട്ട്.
അങ്ങനെ ആദ്യത്തെ സെറ്റ് സർപ്രൈസിങ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ഫാമിലി എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെല്ലാവരുമായിട്ട് സിനിമയ്ക്ക് പോയി കേട്ടോ. സിനിമയ്ക്ക് രേഖാചിത്രം മൂവിക്കാണ് പോയത്. ഞാൻ ഇറ്റലിയിലുള്ളപ്പോൾ തന്നെ എനിക്ക് കാണാൻ നല്ല ആഗ്രഹമായിട്ട് പോയതാണ് കേട്ടോ. പടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ് കേട്ടോ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ പിന്നെ എന്ത് കഴിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു. പിന്നെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. അങ്ങനെ ഞാൻ മസാല ദോശ, അതുപോലെ അമ്മയും മസാല ദോശയാണ് പറഞ്ഞത്, ചായയും പിന്നെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. നിങ്ങളുള്ളൂല്ലേ? ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ ഒന്ന് പോയി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് വിൻ്റർ ഡ്രസ്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നാട്ടിലേക്ക് വരെ ഞാൻ ഡിസംബർ മുതൽക്ക് പ്ലാൻ ഇട്ട് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ വേണ്ടി വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ വേഗം ദിവസങ്ങൾ തീർന്ന പോലെയാണ് തോന്നിയത്. അങ്ങനെ അമ്മ അനിയത്തിയും ഒരു വെഡ്ഡിങ് റിസപ്ഷന് പോകാനുണ്ടായിരുന്നു. അതിന് പോയതിന് ശേഷം ഞാനും അശ്വിനും കൂടെ നേരെ സ്റ്റാർബക്സിലേക്കാണ് പോയത്. ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് സ്റ്റാർബക്സ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. നാട്ടിൽ വന്നതോടുകൂടി നല്ല കോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ഹോട്ട് ഡ്രിങ്ക്സാണ് പറഞ്ഞത്. പക്ഷേ ഓർഡർ കിട്ടി കഴിഞ്ഞപ്പോൾ രണ്ടും ഭയങ്കര കോൾഡ്, അല്ല ഒന്ന് കോൾഡും ഒരു ഹോട്ടും ആയിരുന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, എന്നാലും നമ്മൾ രണ്ടും കഴിച്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വലിപ്പം കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഭയങ്കര വലിയ പാത്രത്തിലൊക്കെയാണ് തന്നത്. അത് കുടിച്ച് തീർക്കാൻ ഇത്തിരി ടൈം എടുത്തു. അറൗണ്ട് 1000 ആണ് ആയത്. 1000 എബോ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഫുൾ മാലബൾബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പൂരം പെരുന്നാളിൻ്റെയൊക്കെ സീസണായിരുന്നു ഞാൻ വന്നപ്പോൾ. അപ്പോൾ ഇവിടെ അബ്രോഡ് വന്നതിന് ശേഷം മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പൂരപ്പറമ്പിൽ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു, വളകളൊക്കെ. അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. രാത്രി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ന് സ്വന്തം പുണ്യാളൻ എന്നുള്ള മൂവിയാന്ന് തോന്നുന്നുണ്ട്, പേര് എനിക്ക് ഓർമ്മയില്ല. ആ മൂവി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജോസ് തിയേറ്ററിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ സിനിമ കണ്ട് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോണത്. നഹദിയിലാണ് പോയത്. അതിനുശേഷം നേരെ വീട്ടിലോട്ട് വിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ റീലൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയത് പീച്ചി ഡാമിലേക്കാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായി, ഡാം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പീച്ചി ഡാം കാണാൻ വന്നേക്കാണ്. വ്ളോഗിൽ എൻ്റെ സൗണ്ട് കുറവാന്ന് കുറേ പേര് എന്താ പറയുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ മാക്സിമം ഉച്ചത്തിലാണ് സംസാരിക്കണേ. ഇത് കിട്ടുമെന്ന് വിചാരിക്കണു. മൈക്കൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് മീറ്റപ്പ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി സ്ഥലം തീരുമാനിച്ചു വന്നപ്പോൾ പീച്ചി ഡാമായി. പക്ഷേ ഒരു പ്രശ്നം പറ്റി. ഇപ്പം തന്നെ 6 മണി 6:30 ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. പക്ഷെ നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ, നല്ലൊരു സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാവേ ബാക്ക് ക്യാമിൽ. നല്ല സ്ഥലമാണ്. ഇത് ജെറിൻ സാറിൻ്റെ ആണ് കേട്ടോ. ജെറിൻ സാറിൻ്റെ സിസ്റ്ററിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ അടിച്ചു മാറ്റി. ഇവരെൻ്റെ കൊളീഗ്സാണ്, എക്സ് കൊളീഗ്സാണ്. ഇപ്പം ഞാൻ അവിടെ നിന്ന് പോകുന്നല്ലോ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്.
പക്ഷെ ഇപ്പോൾ ഇവിടെ വരാൻ എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം റീസെൻ്റായിട്ട് കുറച്ച് കുട്ടികൾ ഇവിടെ തെന്നി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മരിച്ചു. അപ്പോൾ ഇത്തിരി റിസ്ക് ആണ്. കാരണം റിസർവറിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നീന്തൽ അറിയാമെങ്കിലും കൂടിയിട്ട് ഇറങ്ങാനൊന്നും പാടില്ല. എനിക്ക് നീന്തൽ അറിയാം, പക്ഷെ ഞാൻ ഇറങ്ങില്ല, എനിക്ക് പേടിയുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ താഴത്തോട്ട് പോയാലാണ് നമുക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോഴത്തേനും ഇവിടെ ക്ലോസ് ചെയ്യും, അപ്പോൾ നമ്മൾ പോവാറാവും എന്നാണ്. എനിക്ക് മൊത്തം എൻ്റെ ട്രാവൽ ബ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടാവും ഇടുന്നുണ്ടാവായിരിക്കാം. കാരണം എനിക്ക് ബിറ്റ്സ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു എയർപോർട്ടിൽ. അവിടെയൊക്കെ വെച്ച് ഞാൻ ഷൈ ആയിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. കുറേ പേര് എന്നോട് ചോദിച്ചു വ്ളോഗ് ഇടാവോ വന്നതിൻ്റെന്ന്. അപ്പം ഞാൻ മൊത്തം കൂടിയിട്ട് ഒരു ഒറ്റ വ്ളോഗായിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. മാം ഇഷ്ടായോ? എങ്ങനെയുണ്ട്? നീ സ്ട്രോയും കൂടെ കഴിക്കാണോടാ? ആട്ടാൻ തീർത്ഥം പിടിക്കുക. ഒരു വണ്ടി ആയ ഒരാള് എക്സ്ട്രാ ആവും. അപ്പോ ഞാന് അതിൽ വണ്ടി അങ്ങനെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ അശ്വിൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. നമ്മൾ മരത്താക്കര ഭാഗത്തുള്ള കോടை കഫേയിലേക്കാണ് പോയത്. അവിടെ നല്ല ആംബിയൻസും നല്ല ഫുഡൊക്കെ കിട്ടും. അപ്പം അങ്ങോട്ടാണ് പോയത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാം. ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മട്ടൺ സൂപ്പ് വന്നായിരുന്നു. ഇത് ഫുൾ മീറ്റ് ഷവർമ, ഇത് അറേബ്യൻ ഷവർമ, ഇത് ചിക്കൻ റാപ്പ്, ഇവിടെ മന്തി ഉണ്ട്, ജെറിൻ സാറുണ്ട്, ഈ വരവിൽ എനിക്ക് കുറച്ചധികം പർച്ചേസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ഒരു ടാബ്. എനിക്കിത് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൈജിയിൽ പോയിട്ട് ഒരു ടാബ് വാങ്ങിച്ചു കേട്ടോ. അത് സാംസങ്ങിൻ്റെയാണ്. അപ്പോൾ അതും അതിൻ്റെ കവറും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ കുറച്ച് ചുറ്റലായി. എന്നാലും ഫൈനലി എല്ലാം ഒപ്പിച്ചു. ബീഫിന്റെ കിട്ടിയ ഉപകാരമായി. അങ്ങനെ ഫാമിലി ആയിട്ട് ആ നാട്ടിൽ തന്നെ തളിക്കുളം ബീച്ച് സ്നേഹതീരത്തേക്കാണ് നമ്മൾ പോയത്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ മീനൊക്കെ പിടിച്ച് കയറ്റി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ചു വരാൻ വഴിക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാപ്പിയാണ് പറഞ്ഞത്, അവരൊക്കെ ഹോർലിക്സ് ചായ, പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ പറഞ്ഞു. അതൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കഴിച്ചു. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വഴിയിലുള്ള കടയിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്.
അടുത്ത ദിവസം ഞങ്ങൾ അനിയത്തിനെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോയി. ആൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എത്തിയപ്പോൾ പിന്നെയും ലേറ്റായി. അങ്ങനെ സുഡിയോ ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശോഭയിൽ. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. അവർക്ക് KFCയും എനിക്ക് ചാട്ട് എന്തെങ്കിലും കഴിക്കാനാണ് ക്രേവിങ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും ടൈം സെറ്റ് ചെയ്ത് രണ്ടിടത്തായിട്ട് പോയി. അബ്രോഡ് എനിക്ക് മനസ്സിലായത് ഇന്ത്യൻ ഫുഡ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊന്ന് മെനക്കെട്ടാൽ കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നാട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്ന ഒതൻറ്റിക് ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് മിസ് ചെയ്തു എന്നൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചാട്ട് കഴിക്കാമെന്ന് വെച്ചത്. എനിക്ക് ഇതോടുകൂടി മതിയായിരുന്നു. KFC ഇനി കഴിക്കാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് KFCയും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെയും ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ KFCയിലോട്ടാണ് പോയത്. പക്ഷേ ഞാൻ 2 ലെഗ് പീസൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച്. KFC എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അതുകൊണ്ട് ഞാൻ 2 പീസ് അതും കഴിച്ചായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഈ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഒരുപാട് നാളായി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ടാണ്. ഞാൻ ഇനി വീഡിയോസൊക്കെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റാണ് വേണ്ടതെന്നുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയോട്ടോ. ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്യാം. അങ്ങനെ തിരിച്ച് പോകാറായിട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇവിടെ ഈ ഷേക്ക് തൃശ്ശൂരത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കട, ഇവിടെ നമ്മൾ ഷേക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ 2 ആഴ്ചത്തെ വെക്കേഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. പാക്കിംഗ് ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, വേഗത്തിൽ തന്നെ പോകുന്നു. കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ആകെ 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത്ര വലിയ മിസ്സിങ് ഒന്നും ഇല്ലായിരുന്നു, ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നില്ല. എനിക്ക് വേഗം അവിടേക്ക് തിരിച്ച് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് യാത്രയ്ക്ക് ശേഷം ഡൽഹിയും പിന്നീട് അവിടെ നിന്ന് നമ്മൾ മിലാനും എത്തി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവറസ്റ്റ് കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. രസം അതുകൊണ്ട് എടുത്തിട്ടതാണ്. നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ.